തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത ഇപ്രകാരം എഴുതി: അയാൾക്ക് രക്തം ചൊരിച്ചിൽ ഒരു ഹരമായിരുന്നു. അയാളുടെ കൊട്ടാരവാതിൽക്കൽ നിത്യവും ശിരസ്സറുത്ത അനവധി മനുഷ്യ ശരീരങ്ങൾ കാണാമായിരുന്നു. ദിവസേന പാലസിനു മുമ്പിൽ അനവധി ജനങ്ങളുടെ ശിരസ്സറുക്കുന്നതും പതിവായിരുന്നു. ശിരസ്സറ്റ ശരീരങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നുണ്ടാകും. ഒരിക്കൽ ഞാൻ കുതിരവണ്ടിയിൽ യാത്ര ചെയ്ത് നീങ്ങുമ്പോൾ കുതിര തെന്നിമാറിയത് കണ്ട് എന്താണത് എന്ന് ചോദിച്ചു. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് മനുഷ്യനെ മൂന്നായി മുറിച്ചിട്ടിരിക്കുന്നതാണ് എന്ന്. എല്ലാ ദിവസവും നൂറുകണക്കിന് ചങ്ങലക്കിട്ട ജനങ്ങളെ കയ്യിലും കാലിലും കഴുത്തിലും കുരുക്കിട്ടിരിക്കുന്നവരാണവർ. അവരെ വലിച്ചിഴക്കുന്നത് കാണാം. ദർബാർ ഹാളിലേക്ക് വരുന്ന ദൃശ്യമായിരുന്നു അത്. അതിൽ ആരെയൊക്കെയാണോ വധിക്കേണ്ടത് അവരെയെല്ലാം അവിടെ വെച്ച് തന്നെ വധിച്ചിരുന്നു. ആരെയൊക്കെയാണോ നരകയാതന അനുഭവിക്കേണ്ടത് അവരെയെല്ലാം നരകതുല്യം പീഡിപ്പിച്ചുമിരുന്നു. അടിക്കേണ്ടവരെ അടിച്ചും വീഴ്ത്തേണ്ടവരെ വീഴ്ത്തിയും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല. ഈ ദുരവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കട്ടെ. വിദേശിയായ ഇബ്നു ബത്തൂത്തയുടെ വരികളാണിത്. ഹിന്ദുക്കളായിരുന്നു ഈ നരകതുല്യ യാതന അനുഭവിച്ചിരുന്നത്. കാരണം വളരെ വ്യക്തമാണ്, അവർ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലത്ത് ജീവിച്ചിരുന്ന നിസാമുദ്ദീൻ ഇപ്രകാരം എഴുതി: അതിക്രൂരമായിട്ടാണ് തുഗ്ലക് ശിക്ഷ നടപ്പാക്കിയിരുന്നത്. അകാരണമായി രക്തമൊഴുക്കുക സർവ്വസാധാരണമായിരുന്നു. വിറച്ചു വിറങ്ങലിച്ച ഹൃദയത്തോടെയുള്ള ഈ കാഴ്ച കണ്ടാൽ മാനവരാശിയെ മുഴുവൻ നിഗ്രഹിച്ചു തീർക്കുകയാണോ അയാൾ എന്ന് തോന്നും. പലതരത്തിലും രൂപത്തിലുമുള്ള പീഡനങ്ങൾ നിത്യവും ഹിന്ദുക്കളുടെ നേരെ നടപ്പാക്കിയിരുന്നു. കൈ, കാൽ, നാക്ക്, ചെവി ഇവ മുറിച്ചു കളയുക, കണ്ണ് ചൂഴ്ന്നെടുക്കുക, ഉരുകിയ ഈയം വായിലൊഴിക്കുക, കയ്യിലെയും കാലിലെയും എല്ലുകൾ പൊട്ടിച്ചു നുറുങ്ങുകളാക്കുക, ശരീരഭാഗങ്ങൾ തീയിലിട്ട് ചുടുക, പഴുപ്പിച്ച ഇരുമ്പാണുകൾ കയ്യിലും കാലിലും മാറിടത്തിലും തറയ്ക്കുക, മനുഷ്യരെ അറക്കവാളുകൊണ്ട് അറക്കുക, ഇതും ഇതുപോലുള്ള മറ്റു പീഡന രീതികളും പ്രയോഗിച്ചിരുന്നു. ദയാവാരിധിയും മഹത്വമുള്ളവനുമായ ദൈവം എന്നെ, അതായത് തുഗ്ലക്കിനെ, ദൈവത്തിന്റെ ദാസനാക്കി മുസൽമാന്റെ ചിന്താധാരയ്ക്കെതിരെ പ്രവർത്തിച്ച് അവരെ വേദനിപ്പിക്കുന്നവരായ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു എന്ന ഭാവത്തിലായിരുന്നു തുഗ്ലക് പെരുമാറിയിരുന്നത്. ഫിറോസ് തുഗ്ലക് എന്ന ഭരണാധികാരി ഗവർണർമാർക്ക് നൽകിയ നിർദ്ദേശം ഇപ്രകാരമായിരുന്നു: നിത്യവും രാജകൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള ഹൈന്ദവ സ്ത്രീകളായ അടിമകളെ ഡൽഹിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുക. 1,80,000 ഹിന്ദു അടിമകൾ ഫിറോസ് തുഗ്ലക്കിനുണ്ടായിരുന്നു. 40,000 ഹിന്ദു അടിമകൾ രാജകൊട്ടാരത്തിനകത്ത് മാത്രം. കൊഹാന എന്ന സ്ഥലത്ത് ഒരു പുതിയ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ദിവസത്തിൽ തുഗ്ലക് ഇപ്രകാരം എഴുതി അവിടെയുള്ള ഗവർണർക്ക് കത്തയച്ചു: അവിടെയുള്ള ഹിന്ദുക്കളെ കെട്ടിവരിഞ്ഞ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലും ഈ ജനങ്ങളുടെ വികലമായ ആരാധനാക്രമത്തെ തടഞ്ഞ് അതിന് നേതൃത്വം നൽകിയവർ പൊതുവായി അപമാനിച്ച് കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് ശിരസ്സറുത്ത് ശിക്ഷിക്കാൻ ഞാനിതാ കൽപ്പന നൽകുന്നു. അവരുടെ ഗ്രന്ഥങ്ങളെയും പൂജാപാത്രങ്ങളെയും വിഗ്രഹങ്ങളെയും പൊതുസ്ഥലത്ത് അഗ്നിയിൽ ദഹിപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം ക്ഷേത്രാരാധന ഒരു മുസ്ലിം രാജ്യമായ ഭാരതത്തിൽ തീർത്തും അനുവദനീയമല്ലെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് നമ്മുടെ ഭരണത്തിന്റെ ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഈ നിർദ്ദേശമാണ് തുഗ്ലക് ഗവർണർമാർക്ക് നൽകിയത്. ഖത്തിഹാർ എന്ന ദേശത്തെ 2 സയ്യിദ് മുസ്ലിങ്ങൾ മരിക്കുവാനിടയായ സാഹചര്യത്തിന് പ്രതികാരമെന്നോണം തുഗ്ലക് സ്വയം ഖത്തിഹാറിൽ ചെന്ന് 10,000 ഹിന്ദുക്കളെ അതേ ദിവസം പ്രതിവർഷം അരിഞ്ഞു വീഴ്ത്തുമായിരുന്നു. 23,000 ഹിന്ദു സ്ത്രീകളെ അടിമകളാക്കിയാണ് ആദ്യ വർഷം ഫിറോസ് തിരിച്ചു വന്നത്. തുടർന്നുള്ള 5 വർഷക്കാലം അതേ സ്ഥലത്ത് ചെന്ന് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഹിന്ദു പുരുഷന്മാരെ വധിക്കുക എന്നുള്ളത് ഫിറോസ് തുഗ്ലക്കിന്റെ പതിവായിരുന്നു. ജയ്നഗറിലെ സുൽത്താൻ അവിടത്തെ പ്രസിദ്ധ ക്ഷേത്രമായ ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം പിഴുതെടുത്ത് പുതിയതായി പണിത മലൂഹ ഗ്രാമത്തിലെ ക്ഷേത്രവും സിലിബ്പൂരിലെ ക്ഷേത്രവും നിമിഷങ്ങൾക്കകം തച്ചുടച്ച് നിരമ്പലിശാക്കി അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ പൂജാരികളെ വിരിഞ്ഞുകെട്ടി അഗ്നിയിലെറിഞ്ഞു. ഇസ്ലാം മത പണ്ഡിതരുടെ സദസ്സിൽ ഫിറോസ് ഇപ്രകാരം പ്രഖ്യാപിച്ചു: വിഗ്രഹാരാധന ബ്രാഹ്മണരെ ആധാരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ അവരുടെ അനുചരന്മാരാണ്. അതിനാൽ അവരെ കർക്കശമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് കരംപിരിവിലൂടെ വിധേയമാക്കണം.
മറ്റ് മുസ്ലിം പണ്ഡിതരും എന്റെ തീരുമാനത്തെ അംഗീകരിച്ചിട്ടുണ്ട്. തുഗ്ലക് ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടു, എന്റെ വിഗ്രഹാരാധകരായ പ്രജകളോട് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുക. ദൈവത്തിന്റെ മാർഗമായ ഇസ്ലാമിലേക്ക് നിങ്ങൾ വരുന്ന നിമിഷം മുതൽ ജസിയ എന്ന മതനികുതിയിൽ നിന്ന് നിങ്ങൾ മുക്തരാണ്. എന്റെ ഈ പ്രഖ്യാപനം ശ്രവിച്ച് ഹിന്ദുധർമ്മം ഉപേക്ഷിച്ചവർ അനവധിയുണ്ട്. നിങ്ങളും ആ വഴിക്ക് പിന്തുടരുക. 1360 ഫിറോസ് തുഗ്ലക് പ്രസിദ്ധമായ ജ്വാലാമുഖി ക്ഷേത്രം നശിപ്പിച്ച് അവിടുത്തെ വിഗ്രഹത്തെ തച്ചുടച്ച് ഒരു ഭാഗം മദീനയിലേക്ക് അയച്ചു. 90,000 കുതിരപ്പടയുടെയും 480 ആനപ്പടയുടെയും 5000-ഓളം ബോട്ടുകളിലുമായി സിന്ധു രാജ്യം ആക്രമിച്ച് ഫിറോസിന് 10,000-ങ്ങളെ അരിഞ്ഞു വീഴ്ത്തുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. വൻ വിജയാഘോഷം ഫിറോസ് തുഗ്ലക് അവിടെ നടത്തുകയുണ്ടായി. തുഗ്ലക്കിന്റെ ഭരണാവസാനം ഭാരതീയന് അഭിമുഖീകരിക്കേണ്ടി വന്നത് അതിക്രൂരനായ തൈമൂർ എന്ന തുർക്കിക്കാരന്റെ ഭരണമായിരുന്നു, പടയോട്ടമായിരുന്നു. വേദനാജനകമായ ഏതാനും വർഷങ്ങളാണ് തൈമൂറിന്റെ ആക്രമണത്തോടെ ഭാരതീയർ അനുഭവിക്കേണ്ടി വന്നത്. തൈമൂറിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: തൈമൂർ ഒരു സുന്നി മുസൽമാനാണ്. വിഗ്രഹാരാധകരുടെ ദേശത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കലായിരുന്നു തൈമൂറിന്റെ ലക്ഷ്യം. തന്റെ ദൗത്യത്തെക്കുറിച്ച് തൈമൂർ സ്വയം ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഹിന്ദുസ്ഥാനത്തെ ആക്രമിക്കുക എന്നതാണ് എന്റെ പടയോട്ടത്തിന്റെ ലക്ഷ്യം. വിഗ്രഹാരാധകരെ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്നത് തന്നെയാണ് ഉദ്ദേശവും. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ ദേശത്തെ ബഹുദേവ ആരാധനയിൽ നിന്നും വിഗ്രഹാരാധനയുടെ വൃത്തികേടുകളിൽ നിന്നും മോചിപ്പിക്കുക എന്നത് തന്നെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അവരുടെ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിച്ചെറിയുന്നതിലൂടെ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഘാസികളും മുജാഹിദുകളും, അതായത് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിത്തീരുന്നു. 1398 ഏപ്രിൽ മാസത്തിൽ തൈമൂർ സമർഖണ്ഡ് കടന്ന് ഛേലം പ്രദേശം കീഴടക്കി ഖോഖാർ ജനത്തെ അരിഞ്ഞു വീഴ്ത്തി സത്ലജ് നദിയുടെ തീരത്തിലെത്തി. അവിടെ തൈമൂറിനോടൊപ്പം പീർ മുഹമ്മദിന്റെ സൈന്യവും ചേർന്ന് ഡൽഹിയിലേക്കുള്ള പടയോട്ടം ആരംഭിച്ചു. വഴിമധ്യേ ഭട്നീർ രാജ്യത്തെ ദുൽചന്ദുമായുള്ള യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ശിരസ്സറുത്ത് തൈമൂർ പടയോട്ടം തുടർന്ന് നവംബർ 13 1398 ഭട്നീരിൽ നിന്ന് സിർസ, ഫത്തേഹാബാദ്, അഹർവാൻ എന്നീ രാജ്യങ്ങൾ കൊള്ളയടിച്ച് 20,000-ലധികം ജാട്ടുകളെ കൊന്നൊടുക്കി. നവംബർ മാസം 29 കൈതലിലെത്തി. ഡിസംബർ 7 യമുനാ നദി കടന്ന് 10 ലോണി കീഴടക്കി. അവിടെയും ആയിരക്കണക്കിന് ഹിന്ദുക്കളെ തൈമൂർ സൈന്യം നശിപ്പിച്ചു. ഡിസംബർ 12 ഡൽഹിയിലെത്തവേ 1,00,000-ഓളം വരുന്ന ഹൈന്ദവരെയാണ് ദിവസങ്ങൾക്കകം തൈമൂർ വധിച്ചത്. ഇത്രയും ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരു മാനവരാശിയെ സമൂലം നശിപ്പിക്കുന്ന സർവകാല റെക്കോർഡും തിരുത്തിക്കൊണ്ടായിരുന്നു തൈമൂറിന്റെ ഈ നരഹത്യ അരങ്ങേറിയത്. 1398 ഡിസംബർ 17 മുതൽ 15 ദിവസത്തേക്ക് മാത്രമാണ് തൈമൂർ ഡൽഹിയിൽ തന്റെ ഭരണം കാഴ്ചവെച്ചത്. ആ ദിവസങ്ങളിൽ മാത്രം 1,00,000 ഹിന്ദുക്കളെയാണ് അയാൾ കൊന്നൊടുക്കിയത് എന്ന് ചരിത്രരേഖ പറയുന്നു. സൗധങ്ങൾ നിലംപതിപ്പിച്ച് നടത്തിയ കൂട്ടക്കൊലയെക്കുറിച്ച് ചരിത്രകാരൻ ലേൻ ഫൂലെ എന്ന ഇംഗ്ലീഷുകാരൻ ഇപ്രകാരം പറയുന്നു: തൈമൂറിന്റെ വിജയം പൂർണ്ണമായിരുന്നു. തൈമൂർ നിലത്തിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. 3 ദിവസത്തേക്ക് നഗരത്തിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു. സർവസംഹാരത്തിന്റെ ലക്ഷണം എല്ലായിടത്തും ദൃശ്യമായിരുന്നു. മുസ്ലിമുകൾ ഒഴികെ മറ്റൊരു ജീവിയും മനുഷ്യനും അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. മറ്റൊരു ചരിത്രകാരന്റെ വഴി ശ്രദ്ധിക്കുക. ഹിന്ദുക്കളുടെ ശിരസ്സറുത്തുകൊണ്ട് ഉയർന്ന കൊട്ടാരങ്ങൾ നിർമ്മിച്ചതുപോലെ തോന്നി. അവരുടെ ശരീരം മൃഗങ്ങളും പക്ഷികളും കുത്തിവലിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഏതെങ്കിലും ഹിന്ദു ഉണ്ടായിരുന്നു എങ്കിൽ അവൻ കാരാഗ്രഹത്തിലായിരുന്നു. 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചരിത്രകാരൻ സഫർനാമയുടെ രചയിതാവ് ആ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: എന്നാൽ ആ വെള്ളിയാഴ്ച രാത്രി മുഴുവനും 15,000 പേർ അടങ്ങുന്ന സേനാ സമൂഹം നഗരം കൊള്ളയും കൊള്ളിവയ്പും നടത്തി വീടുകളും സൗധങ്ങളും അഗ്നിക്കിരയാക്കി.
തൈമൂറിന്റെ സൈന്യം അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഡിസംബർ 17-ാം തീയതി ഞായറാഴ്ച ആ പ്രദേശം മുഴുവനും കൊള്ളയടിക്കപ്പെട്ടു. കൂടാതെ ജഹാൻ പന്ന എന്ന സ്ഥലത്തും ഷിരി എന്ന സ്ഥലത്തുമുള്ള കൊട്ടാരങ്ങളെല്ലാം തകർക്കുന്നത് കാണാമായിരുന്നു. 18-ാം തീയതിയും ഇതേ പ്രകാരമുള്ള കൊള്ളയടിക്കുന്നത് കാണാമായിരുന്നു. ഓരോ സൈനികനും കുറഞ്ഞത് 20 വീതമെങ്കിലും ഹിന്ദുക്കളെ അടിമകളായി ലഭിച്ചു. ചിലർക്ക് 50-ഉം 100-ഉം പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി ലഭിച്ചു. മറ്റുള്ളവർ കൊള്ളയടിച്ച മുതൽ അസംഖ്യമായിരുന്നു. മുത്തും വൈരവും മരതകവും ഗോമേദവും സ്വർണവും വജ്രവും സിൽക്ക് തുണിത്തരങ്ങളും വിവരണാതീതമായ അളവിലുണ്ടായിരുന്നു. അടിമകളാക്കപ്പെട്ട സ്ത്രീകൾ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരുന്നു. സുഗന്ധ വസ്തുക്കളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നോക്കിയെടുക്കുവാൻ കൊള്ളയടിക്കുന്ന തൈമൂറിന്റെ സൈനികർക്ക് സമയമില്ലായിരുന്നു. ഡിസംബർ 19-ന് പഴയ ഡൽഹിയിലെ ഹിന്ദുക്കളിൽ അവശേഷിച്ചവർ വലിയ മുസ്ലിം പള്ളിയിൽ അഭയം തേടി. അമീർ ഷാ മല്ലിക്, അലി സുൽത്താൻ തവാച്ചി 500 പേരടങ്ങുന്ന വിശ്വസ്ത സേനാംഗങ്ങളും തൈമൂറിനോടൊപ്പം പള്ളിയിൽ അഭയം തേടിയ ഓരോ ഹിന്ദുവിന്റെയും തലയറുത്തു. ഈ തലകൾ കൊണ്ട് ഉയർന്ന കൂമ്പാരങ്ങൾ ഉണ്ടാക്കി ശരീരം പട്ടിക്കും കഴുകനും കൊടുത്തു. അതേ ദിവസം പഴയ ഡൽഹിയിലെ മറ്റ് സൗധങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. ഏതെങ്കിലും ഹിന്ദു രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും അവൻ തുറുങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും തുറുങ്കിലടക്കപ്പെട്ടവരെ നഗരത്തിന് വെളിയിൽ കൊണ്ടുവരുമായിരുന്നു. ഓരോ അമീറും പ്രഭുവും ആയിരങ്ങളടങ്ങുന്ന ഹിന്ദു തടവുകാരെ വീതം വയ്ക്കുമായിരുന്നു. തൈമൂറിന്റെ മാത്രം നേതൃത്വത്തിൽ ഇപ്രകാരമുള്ള 10,000-കണക്കിന് ഹിന്ദു തടവുകാർ അടിമകളായി ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്ന ഹിന്ദുക്കളെ സമർഖണ്ഡിലെ പള്ളി പണിയുവാനായി അയാൾ ഉപയോഗിച്ചു. സഫർനാമ എന്ന അറബി ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ വരിയാണ് മേൽ ഉദ്ധരിച്ചത് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. ഈ സംഭവത്തെക്കുറിച്ച് തൈമൂർ പറയുന്നത് ഇപ്രകാരമാണ്: ഷിരിയും ജഹാനാപന്നായും പഴയ ഡൽഹിയും സമ്പൂർണമായി നശിപ്പിക്കുക എന്നത് ഈശ്വരേച്ഛയാണ്. ഈ സംഹാര താണ്ഡവത്തെ നഗരവാസികൾ, അതായത് ഹിന്ദുക്കൾ എതിർത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും നരഹത്യ നടന്നത്. അതൊഴിച്ചുകൂടാൻ വയ്യാത്തതായിരുന്നു. തൈമൂർ തന്റെ സംഹാര താണ്ഡവം മീററ്റിലും ആഘോഷിച്ചു. 10,000-കണക്കിന് ഹിന്ദുക്കളാണ് അവിടെ വധിക്കപ്പെട്ടത്. അവിടെ നിന്നും ഹരിദ്വാറിലേക്ക് പടയോട്ടം നടത്തി. അസാധാരണമാം വിധമുള്ള ക്രൂരത ഹിന്ദുക്കളോട് കാട്ടിയത് തൈമൂറിന്റെ ഈ പടയോട്ടത്തിൽ ദൃശ്യമായിരുന്നു. അവിടെ നിന്നും ജമ്മുവിലേക്കുള്ള തൈമൂറിന്റെ പ്രയാണത്തെ ഇപ്രകാരം ചരിത്രകാരന്മാർ വിവരിക്കുന്നു: ഭയവും ഭീഷണിയും കൊണ്ട് തൈമൂർ ജമ്മു രാജാവിനെ ഇസ്ലാമിന്റെ ഭംഗി കാണിച്ചു കൊടുത്തു. ഗോമാംസം പൊതുവേദിയിൽ നിർബന്ധിച്ച് ഭക്ഷിപ്പിച്ചു. വാൾമുന കൊണ്ട് ഹിന്ദുവിനെതിരെ ആക്രോശിപ്പിച്ചു. രാജാവിനെ ഇസ്ലാമിന്റെ തണലിലേക്കെടുത്തു. ഇപ്രകാരമാണ് തൈമൂർ ജമ്മുവിൽ ചെയ്തത്. അതുകൊണ്ടായിരുന്നു തൈമൂറിന്റെ പേര് പറഞ്ഞ് ഭാരതത്തിലെ വീടുകളിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്ന സമ്പ്രദായം തുടങ്ങിയതും. പെൺകുട്ടികളുടെ ചാരിത്രഹാനി ഭയന്ന് ഹിന്ദു ഗൃഹങ്ങളിൽ കുട്ടികളെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് തൈമൂറിന്റെ കാലത്താണ്. പുരുഷന്മാരെ വധിച്ച് അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചാരിത്രം നശിപ്പിക്കുക എന്ന ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളുടെ അനുഭവത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അവർ ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കാൻ തയ്യാറായത്. ഇപ്രകാരമാണ് സതി എന്ന ദുരാചാരം ആരംഭിച്ചത് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. 1451 ഏപ്രിൽ മാസം 15-ാം തീയതി മുതൽ ഡൽഹിയിലെ ഭരണം ലോഡി വംശത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് തെന്നിമാറിയിരുന്നു. ലോഡി വംശത്തിന്റെ ആദ്യ സുൽത്താനായ ബെഹ്ലോൾ ഡൽഹിയിലെ സൈന്യങ്ങളെയും ഹിന്ദുക്കളായ അടിമകളെയും ലഭ്യമായ സ്വത്തുക്കളും മുസ്ലിം പ്രഭുക്കൾക്ക് വീതിച്ചു കൊടുത്ത് 38 വർഷം ഭരിച്ച് 1489 മരിച്ചു. തുടർന്ന് ഡൽഹി ഭരിച്ചത് സിക്കന്ദർ ലോഡിയായിരുന്നു. അയാളുടെ ഭരണത്തെക്കുറിച്ച് ചരിത്രരേഖകൾ ഇപ്രകാരം പറയുന്നു: സിക്കന്ദർ ഒരു കർക്കശക്കാരനും മതഭ്രാന്തനുമായ മുസ്ലിം വിശ്വാസിയായിരുന്നു. അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഹിന്ദുക്കൾ താനേശ്വരിലെ ക്ഷേത്രസന്നിധിയിലെ നദിയിൽ പുണ്യസ്നാനം ചെയ്യുന്നത് അയാൾ നിർത്തൽ ചെയ്തു. അധികാരം ഏറ്റെടുത്ത ഉടനെ ഹിന്ദുക്കളുടെ ക്ഷേത്രം നശിപ്പിച്ച് അതിൻ്റെ മുകളിൽ പള്ളി പണിയുവാൻ തുടങ്ങി. നാഗർകോട്ടയിലെ ജ്വാലാമുഖി ക്ഷേത്ര വിഗ്രഹം
സിക്കന്ദർ ലോഡി സ്വയം പൊട്ടിച്ചതിന്റെ കഷ്ണങ്ങൾ ഇറച്ചി വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്ത് അത് തൂക്കത്തിനുപയോഗിക്കുവാൻ നിർദ്ദേശിച്ചു. മധുര, മന്ത്രിലി, ഉദ്ഗീർ, നാർവർ, ചന്ദേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇസ്ലാം മതം പോലെ തന്നെ ഹിന്ദുധർമ്മവും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയാണെന്ന് പറഞ്ഞ ഒരൊറ്റ കുറ്റത്തിന്, അതായത് ഇസ്ലാം മതത്തോടൊപ്പം ഹിന്ദുധർമ്മത്തെ തുലനം ചെയ്തതിന് ബോധാൻ എന്ന ഹിന്ദുവിനെ നരകയാതന അനുഭവിപ്പിച്ച് സിക്കന്ദർ ലോഡി വധിച്ചു. സിക്കന്ദർ ലോഡിയുടെ കാലത്താണ് യമുനയിലും ഗംഗയിലും പ്രയാഗയിലും ഹിന്ദുക്കൾ പുണ്യസ്നാനം ചെയ്യുന്നത് നിയമം മൂലം തടഞ്ഞത്. സിക്കന്ദർ ലോഡിയെക്കുറിച്ച് മറ്റൊരു ചരിത്രകാരൻ ഇപ്രകാരം എഴുതുന്നു: ഭാരതത്തിലെ മൊത്തം ക്ഷേത്രങ്ങളുടെ നശീകരണ ദൃശ്യങ്ങൾ ഇയാൾ കീഴടക്കിയ ഓരോ ജില്ലയിലും കാണാമായിരുന്നു. ആക്രമിക്കുവാൻ വരുന്ന ശത്രുവിനും ആരാധിച്ചിരുന്ന വിഗ്രഹത്തിനും മധ്യേ ബ്രാഹ്മണരായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ക്രൂരമായി വധിക്കപ്പെടുമ്പോൾ സിക്കന്ദറുടെ മനസ്സിൽ പുകഞ്ഞിരുന്നത് ഹിന്ദു ആരാധകരോടുള്ള പക മാത്രമായിരുന്നു. ചരിത്രകാരൻ ശ്രീവാസ്തവയുടെ വരികൾ ശ്രദ്ധിക്കുക. സിക്കന്ദർ ലോഡിയുടെ ഭരണകാലത്ത് അയാളുടെ അടിസ്ഥാന നിയമസംഹിതയായിരുന്നു പടയോട്ടങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളെയും നശിപ്പിച്ച് അതിനു മുകളിൽ മുസ്ലിം പള്ളികളുടെ മകുടം നിർമ്മിക്കുക എന്നത്. ഫിറോസ് തുഗ്ലക്കിന്റെ കാലത്ത് നിലനിന്നിരുന്നത് പോലെ സിക്കന്ദർ ലോഡിയുടെ ഡൽഹി സുൽത്താനേറ്റ് പ്രതിദിനം ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന കേന്ദ്രമായി മാറിയിരുന്നു. ലോഡിയുടെ കാലത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റൊരു വരി: ഹിന്ദുവിന് അഭയം നൽകുവാനോ സഹായിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. പ്രതികാരം ചെയ്യുവാനോ പ്രതികരിക്കുവാനോ കഴിയാത്ത വിധം അവരെ ശിക്ഷിച്ചിരുന്നു. അന്ത്യത്തിൽ ഓരോ ഹിന്ദുവും എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് സഹിക്കുകയായിരുന്നു. സർവശക്തനായ ദൈവം മാത്രമായിരുന്നു അവർക്ക് അഭയം നൽകിയത്. പല ഹൈന്ദവ പണ്ഡിതരും വിചാരിച്ചു ഹിന്ദുവിനെതിരെയുള്ള ശാരീരികവും മാനസികവുമായ പീഡനം, സാമ്പത്തിക ഭാരവും അപമാന ഭാരവും അരക്ഷിതാവസ്ഥയും ഇസ്ലാമിലേക്ക് മതം മാറിയാൽ ലഭിക്കുന്ന പരിഗണനയും നിമിത്തം ഹിന്ദു ധർമ്മം പൂർണ്ണമായും നശിക്കുക തന്നെ ചെയ്യുമെന്ന്. അതിനാൽ ഈശ്വര കൃപയ്ക്കായി അവർ പലരും ചേർന്ന് ഭക്തിപ്രസ്ഥാനം ആരംഭിച്ചു. അതായിരുന്നു ഭാരതത്തിൽ നടന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് കാരണം. ഇക്കാലയളവിലാണ് ബാബറിന്റെ പടയോട്ടം ആരംഭിച്ചത്. 1438 ജനിച്ച ബാബർ ക്രൂരന്മാരെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ തൈമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിൻതലമുറക്കാരായിരുന്നു. ലെയ്ൻ പൂലെ എന്ന ചരിത്രകാരൻ ബാബറിനെ കുറിച്ച് ഇങ്ങനെ എഴുതി: മംഗോളിയരുടെ ശക്തിയും തുർക്കിക്കാരുടെ ധൈര്യവും അസംഖ്യം ഹിന്ദുക്കളെ ചവിട്ടിമെതിക്കാൻ ബാബറിന് കൈമുതലായിട്ടുണ്ടായിരുന്നു. ബാബർ തുടങ്ങിവെച്ചത് അയാളുടെ പൗത്രനായ അക്ബർ പൂർത്തീകരിച്ചു എന്ന് മാത്രം. സാധിക്കാവുന്ന അത്രയും ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് സാധിക്കാവുന്ന അത്രയും ഹിന്ദുക്കളെ വധിച്ച് 5 വർഷത്തെ നരകയാതന അനുഭവിപ്പിച്ചുകൊണ്ട് 1504, 1507, 1519, 1519 രണ്ടാം പ്രാവശ്യം, 1520, 1524, 1526 AD എന്നീ വർഷങ്ങളിൽ ബാബർ 7 പടയോട്ട പരമ്പരകളാണ് ഭാരതത്തിലേക്ക് നടത്തിയത്. 1527 മാർച്ച് മാസം 16-ാം തീയതി ശനിയാഴ്ച ബാബറിനെ എതിരിട്ട സംഗ്രാമസിംഹന്റെ സൈന്യം 3 വശത്തു കൂടിയുള്ള ബാബറിന്റെ ആക്രമണത്തിന് മുമ്പിൽ ചിതറിപ്പോയിരുന്നതായി ലെയ്ൻ പൂലെ എന്ന ചരിത്രകാരൻ പറയുന്നു. അനവധി സേനാപ്രമുഖരുടെ തല നിലംപതിച്ചു. ശ്രേഷ്ഠരായ രജപുത്രരുടെ തല അവരുടെ ഘാതകനായ ബാബർ പടുത്തുയർത്തിയ പ്രേതകൊട്ടാരത്തിന്റെ മുകളിലെത്തി. ചരിത്രവരികൾ വീണ്ടും തുടരുന്നു. രജപുത്രർ ഭയാനകമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് യുദ്ധക്കളത്തിൽ ഛിന്നഭിന്നമാകുന്നുണ്ടായിരുന്നു. ബിയാനോ മുതൽ മേവാർ വരെയുള്ള പാതകളിൽ രജപുത്രരുടെ ശവശരീരത്തിന്റെ കൂനകൾ നിറഞ്ഞിരുന്നു. മനുഷ്യക്കുരുതി ഭയാനകമായിരുന്നു. സഹായികളുടെ അനുകമ്പയാൽ റാണ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 2 വർഷത്തിനു ശേഷം മാതൃഭൂമി ഏറ്റുവാങ്ങിയ ദുഃഖത്തിൽ സഹിക്കവയ്യാതെ ഹൃദയം പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത്. തന്റെ വാസസ്ഥലത്തിനടുത്ത് രജപുത്രന്മാരുടെ തലയോടികൾ കൂട്ടിയിട്ട് ആ കുന്നിന്റെ അടുത്ത് നിന്നുകൊണ്ട് ബാബർ സ്വയം ഖാസി അഥവാ വിശ്വാസികളുടെ പടയാളി എന്ന നാമധേയം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1528 ജനുവരി മാസം 29-ാം തീയതി ബാബർ നടത്തിയ
പടയോട്ടം ചന്തേരിയിലേക്കായിരുന്നു. അവിടെ 5000 ഹിന്ദുക്കളുടെ ശിരസ്സറുത്തുകൊണ്ടായിരുന്നു വിജയം ആഘോഷിച്ചത്. ബംഗാളിലേക്കുള്ള തന്റെ പടയോട്ടക്കാലത്ത് 1528 മുതൽക്ക് 1529 മെയ് വരെയുള്ള കാലഘട്ടത്തിൽ താൻ നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെയും തകർത്ത വിഗ്രഹങ്ങളുടെയും അറുത്തു വീഴ്ത്തിയ ഹിന്ദു ശിരസ്സുകളുടെയും എണ്ണം ബാബർ നാമ എന്ന പുസ്തകത്തിൽ ബാബർ സ്വയം എഴുതി ചേർത്തിട്ടുണ്ട്. റാണ സംഗ്രാമസിംഹനെതിരെ ബാബർ നടത്തിയ ആദ്യത്തെ യുദ്ധമായിരുന്നു ഭാരതഭൂമിയിൽ മുസ്ലിം ഭരണാധികാരി പ്രഖ്യാപിച്ച ആദ്യത്തെ വിശുദ്ധ യുദ്ധമായ ജിഹാദ്. 1543 സൂർ വംശത്തിലെ ഷേർഷയുടെ ക്രൂരമായ ആക്രമണത്തിന്റെ ചരിത്രം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. ഷേർഷയുടെ സൈന്യം റൈസിൽ കോട്ട വളഞ്ഞു. കോട്ട തുറന്ന് അതിനകത്തുള്ള രജപുത്രർ അടിയറവ് പറയുകയാണെങ്കിൽ അവരെ വധിക്കില്ലെന്ന് ഷേർഷാ ഖുർആൻ തൊട്ട് സത്യം ചെയ്തു. എന്നാൽ കീഴടങ്ങാൻ വന്ന രജപുത്രരെ ക്രൂരമായി അയാൾ വധിക്കുകയാണ് ചെയ്തത്. കോട്ടയ്ക്കകത്തെ രജപുത്ര സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരെയും മൃഗീയമായി വധിച്ച് അവർ ഇഹലോകവാസം വെടിയുന്നതുവരെ കാത്തിരുന്നു. ചരിത്രരേഖ ഇപ്രകാരം പറയുന്നു: ഈ സംഭവം അവിശ്വസനീയമാം വിധം മൃഗീയവും ക്രൂരവുമായിരുന്നു. ഇതായിരുന്നു ഷേർഷയുടെ വാക്കുകളിലുള്ള വിശ്വാസത്തോടെ പുറത്തിറങ്ങിയ രജപുത്ര സൈന്യത്തിനും കുടുംബാംഗങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്നത്. നാം സ്കൂളിൽ പഠിപ്പിക്കുന്നതാകട്ടെ ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങളും കർമ്മചെയ്തികളെക്കുറിച്ച് ഭാരതീയരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലേ? ഈ ദുഃഖകൃത്യം, ഹീനകൃത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമില്ലേ എന്ന് കൂടി ചിന്തിക്കുക. ഹൈന്ദവ രാജാക്കന്മാർ തമ്മിൽ പരസ്പരം തെറ്റിദ്ധാരണയുണ്ടാക്കി 1545 80,000 വരുന്ന സൈന്യത്തോടെ ഷേർഷാ മാർവാർ ആക്രമിച്ച് സാമന്ത പ്രദേശങ്ങളിലുള്ള സർവ്വ രാജാക്കന്മാരെയും വധിച്ച് ഒരു പിടി വജ്രയുടെ വിലയോളം മാത്രം കരുതി വെറും രാജാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് പരസ്പരം കലഹിപ്പിച്ച് 6 മാസം കൊണ്ട് അവരെ വധിച്ച് ആ രാജ്യത്തിന്റെ അധിപതിയായി ഷേർഷാ വാണിരുന്നു. തുടർന്ന് ഭാരതം അക്ബറിന്റെ കീഴിലായി. 1542 ഒക്ടോബർ 15 ജനിച്ച അക്ബർ 18-ാം വയസ്സിൽ തന്നെ അധികാരമേറ്റിരുന്നു. 1559 മാർച്ചിൽ അക്ബറിന്റെ നിർദ്ദേശാനുസാരം ജൗൻപൂർ എന്ന രാജ്യം അക്ബറിന്റെ സേനാനായകൻ കീഴടക്കി. 1561 മാൽവയും അക്ബറിന്റെ കാൽ കീഴിലമർന്നു. മഹാൻ എന്ന് നാം പറയുന്ന അക്ബറിന്റെ അടുത്ത ചെയ്തി ബഹാദൂറിന്റെ പത്നിയായ രൂപമതിയെ സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു. രൂപമതി വിഷം കഴിച്ചു മരിച്ചു. പക്ഷേ അക്ബർ ആ രാജ്യത്തോടുള്ള തന്റെ പ്രതിഷേധം അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഗോണ്ട്വനായിലെ രാജ്ഞി റാണി ദുർഹാവതിക്കെതിരെ 1564 നാം പറയുന്ന മഹാനായ അക്ബർ വീണ്ടും പടയോട്ടം നടത്തി. ഈ പടയോട്ടത്തെക്കുറിച്ച് V.A. സ്മിത്ത് എന്ന ചരിത്രകാരൻ ഇപ്രകാരം പറയുന്നു: ഈ രാജ്ഞിയുടെ നേർക്കുള്ള അക്ബറിന്റെ കടന്നാക്രമണം വെറും വഞ്ചനാപരമായിരുന്നു. ഒരു ന്യായീകരണവും അർഹിക്കാത്ത കൊള്ളയായിരുന്നു ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. നാം അക്ബറിനെ മഹാനായ അക്ബർ എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? ഈ നീചകർമ്മം നടത്തിയതിനോ? 1567 ഒക്ടോബറിൽ അക്ബർ ചിറ്റൂർ കോട്ട ആക്രമിച്ചു. ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അക്ബറിന്റെ ഈ ആക്രമണം: അവിടത്തെ രാജാവിനെ മുട്ടുകുത്തിക്കുക, അപമാനിക്കുക. 1568 രത്തംബോർ അക്ബർ ആക്രമിച്ചു. അതേ വർഷം തന്നെ ബുദ്ദേൽഖണ്ഡിലെ കലിഞ്ചർ രാജ്യത്തിലെ രാജാ രാമചന്ദ്രനെ വധിച്ചു കീഴടക്കി. 1569 ആഗസ്റ്റിൽ കലിഞ്ചർ രാജ്യം അക്ബറിനോട് ചേർത്തു. നാഗോറിലെ ചന്ദ്രസേനനും ജോധ്പൂരിലെ രാജ്മൽ ദേവനും അക്ബറിന്റെ രക്തദാഹിയായ വാളിനു മുമ്പിൽ കീഴടങ്ങി. 1576 റാണാ പ്രതാപസിംഹൻ 3000 കുതിരസേനയോടുകൂടി ഹൽദിഘാട്ടിൽ അക്ബറിന്റെ വൻ സൈന്യവ്യൂഹത്തെ നേരിട്ടു. ദുഃഖകരമെന്ന് പറയട്ടെ, അക്ബറിന്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയത് മറ്റൊരു രജപുത്രനായ രാജാ മാൻസിംഗ് ആയിരുന്നു. മാൻസിംഗിനെ സഹായിച്ചത് അസഫ് ഖാനും. 2 രജപുത്ര സേനാധിപന്മാർ പരസ്പരം വെട്ടിമരിക്കുമ്പോൾ വിദേശാക്രമിയായ അക്ബർ എന്ന സുൽത്താൻ മാറി നിന്ന് ഭാരതീയർ നടത്തിയ യുദ്ധം പടവെട്ട് കണ്ടാസ്വദിച്ചുകൊണ്ടേയിരുന്നു. ചരിത്രകാരനായ R. സീതത്തിന്റെ വരികൾ ശ്രദ്ധിക്കുക:
ഹൽദിഘട്ടിൽ അക്ബർ വിജയിച്ചു എങ്കിലും അയാൾ പൂർണ്ണമായും അതൃപ്തനായിരുന്നു. കാരണം മാൻസിംഗ് റാണാ പ്രതാപന്റെ കൊട്ടാരം കൊള്ളയടിക്കാനും നശിപ്പിക്കാനും അക്ബറിന്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയില്ല എന്നതായിരുന്നു ഈ ദുഃഖത്തിന് കാരണം. എന്റെ രാജ്യം തുർക്കികളായ അക്രമികൾക്ക് കീഴ്പ്പെടുന്നുവല്ലോ എന്ന വേദന മാത്രമായിരുന്നു എന്നിൽ അവശേഷിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണശയ്യയിൽ കിടന്ന് 1597 റാണാ പ്രതാപസിംഹൻ അന്ത്യശ്വാസം വലിച്ചത്. 1599 റാണാ പ്രതാപസിംഹന്റെ പുത്രൻ അമർ സിംഗ് ഭരിച്ചിരുന്ന മേവാർ അക്ബർ പൂർണ്ണമായും കൊള്ളയടിച്ചു നിലംപരിശാക്കി. മേവാർ നശിച്ചതിനെ കുറിച്ച് ചരിത്രരേഖ ഇപ്രകാരം പറയുന്നു: ദ ഹോൾ മേവാർ വാസ് ഡിവാസ്റ്റഡ് ബൈ മുഗൾസ്. ഈ അക്ബറിനെ നാം മഹാനായ അക്ബർ എന്ന് പറയുന്നു. ഇതേ കാലയളവിൽ 1586കളിൽ യൂസഫ് ഷാ എന്ന ഭരണാധികാരി ജമ്മു കാശ്മീരിലെ ഓരോ ഹിന്ദുവിനെയും അവന്റെ കുടുംബത്തെയും ഒന്നുകിൽ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ പരലോകത്തിലേക്ക് അയക്കുക എന്ന കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അതിദുഃഖകരമായ മറ്റൊരു വസ്തുത, അക്ബറിനെ ഭയന്ന് അനവധി രജപുത്രന്മാർ തന്റെ സഹോദരിമാരെയും പെൺമക്കളെയും അക്ബറിന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്രകാരം ബന്ധം സ്ഥാപിച്ച് അനവധി രജപുത്രന്മാരെ അക്ബർ സ്വന്തം സൈന്യത്തിലേക്ക് എടുക്കുകയും ചെയ്തു. ഈ രജപുത്രന്മാരെ കൊണ്ടാണ് മറ്റു ദേശവാസികളായ ഭാരതീയരെ അക്ബർ കീഴടക്കിയത്. ഹിന്ദുവിന്റെ വാളുകൊണ്ട് ഹിന്ദുവിന്റെ തലയറക്കാൻ അക്ബറിന് എളുപ്പം സാധിച്ചു. 1562 വരെ നടന്ന യുദ്ധങ്ങളിലെ എല്ലാ തടവുകാരെയും അക്ബർ നിർബന്ധമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയുണ്ടായി. 1579 സെപ്റ്റംബർ മാസത്തിൽ പരിപൂർണ മതേതരത്വവാദിയായ അക്ബർ ഇറക്കിയ 5 രാജശാസനത്തിൽ ഒന്ന് ദൈവത്തെയും പ്രവാചകനെയും അനുശാസിക്കുക, അവരാൽ നിങ്ങളെ ഭരിക്കുവാൻ നിർദ്ദേശിക്കുന്നവരെയും അനുശാസിക്കുക. ദേശത്തിനു വേണ്ടി ഖുർആൻ എന്ന മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽക്ക് അക്ബർ എന്ന ഞാൻ ഭാരതം ഭരിക്കുന്നത് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു.